ഹുസൈൻ ബിൻ മൻസൂർ അൽ ഹല്ലാജ് എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിക ചരിത്രത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടാറുള്ളതാണ്. അദ്ദേഹം ഒരുപാട് സൂഫി ഷെയ്ഖുമാരുടെ മുരീദായിരുന്നു. ദീർഘവർഷങ്ങൾ അബ്ബാസി ഖലീഫമാർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരുന്നു. ഒടുവിലൊരു കുറ്റവാളിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രരേഖകൾ പറയുന്നത്. മൻസൂർ അൽ ഹല്ലാജ്, ഹുസൈൻ ബിൻ മൻസൂർ അൽ ഹല്ലാജ് വധിക്കപ്പെടാൻ നിമിത്തമായ സാഹചര്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ ഒരുപാട് സംവാദങ്ങളുണ്ട്. അനൽ ഹക്ക് എന്ന് കേവലമായി പറഞ്ഞതിനല്ല അദ്ദേഹത്തിൻ്റെ വധശിക്ഷയുണ്ടായത് എന്നും അദ്ദേഹം ഇസ്ലാം വിരുദ്ധമായ ഒട്ടേറെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നതിനു പുറമെ നാട്ടിലെ രാഷ്ട്രീയ കലാപകാരികളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്നും ആ ബന്ധം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വധശിക്ഷയ്ക്ക് നിമിത്തമായത് എന്നുമെല്ലാം ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് കാണാം. എന്തായാലും പിന്നീടുള്ള സൂഫി പാരമ്പര്യത്തിൽ ഹല്ലാജ് പ്രധാനമായും ഓർമ്മിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയുടെ പേരിലും ആ പ്രസ്താവനയോട് അന്നത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രകടിപ്പിച്ച എതിർപ്പിൻ്റെ പേരിലുമാണ്. ഹല്ലാജ് ദീർഘമായി യാത്ര ചെയ്തിരുന്നു എന്നും ആ യാത്രകൾക്കിടയിൽ അദ്ദേഹം ഇന്ത്യയിലടക്കം, പ്രത്യേകിച്ചും അന്നത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ സിന്ധ് പ്രവിശ്യകളിൽ അദ്ദേഹം എത്തിയിരുന്നു എന്നും ഇവിടെയുള്ള പല തത്വജ്ഞാനികളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു എന്നുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. മൻസൂർ ഹല്ലാജിൻ്റേതായി അറിയപ്പെടുന്ന, വായിക്കപ്പെടുന്ന പുസ്തകങ്ങളുണ്ട്, പ്രബന്ധങ്ങളുണ്ട്. ഇവിടെ എന്താണ് ഈ അനൽ ഹക്ക് എന്ന ചോദ്യം തീർച്ചയായും പ്രസക്തമാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഉള്ള ചർച്ചകൾ നമ്മൾ പരിശോധിച്ചാൽ അവർക്കിടയിൽ നടക്കുന്ന, ഇവ്വിഷയകമായി നടക്കുന്ന സംവാദങ്ങളുടെ ഒരു കാതൽ എന്ന് പറയുന്നത് അനൽ ഹക്ക് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഹുസൈൻ ബിൻ മൻസൂറുൽ ഹല്ലാജ് യഥാർത്ഥത്തിൽ കുറ്റക്കാരനാണോ അല്ലേ എന്ന ചർച്ചയാണ്. അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അൽ ഹക്ക് എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. അനൽ ഹക്ക് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതിനർത്ഥം ഞാൻ അള്ളാഹുവാണ് എന്നാണ്. ഞാൻ അള്ളാഹുവാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് കുഫറാണ് എന്ന കാര്യത്തിൽ, അത് പച്ചയായ ദൈവനിഷേധമാണ് എന്ന കാര്യത്തിൽ, ബഹുദൈവത്വമാണ് എന്ന കാര്യത്തിൽ, ഇസ്ലാം വിരുദ്ധമായ എന്നതിനേക്കാൾ ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നിമിത്തമാകുന്ന അത്രയും മാരകമായ ബഹുദൈവത്വ പ്രസ്താവനയാണ് എന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ, മുഖ്യധാര മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. യഥാർത്ഥത്തിൽ തസവുഫിൻ്റെ മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന പല പ്രഗത്ഭരായ ഇസ്ലാമിക പണ്ഡിതന്മാരും അവർ പോലും മൻസൂറുൽ ഹല്ലാജിൻ്റെ പേരിൽ ഉദ്ധരിക്കപ്പെടുന്ന ഈ പ്രസ്താവന അക്ഷരാർത്ഥത്തിലെടുത്താൽ അത് ഇസ്ലാം വിരുദ്ധമാണ് എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണ്. പക്ഷേ സൂഫികൾ പലപ്പോഴും അവർ പറയാറുള്ളത് ഇതൊരു ഷത്ത്ഹാണ് എന്നാണ്. ഷത്ത്ഹ് എന്ന് പറയുന്നത് തസവുഫിൻ്റെ ജ്ഞാനശാസ്ത്രത്തിലുള്ള ഒരു സാങ്കേതിക നാമമാണ്. ഒരാൾ ഒരു ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ അള്ളാഹുവിനോടുള്ള ഭക്തിയിൽ ആറാടി, അള്ളാഹുവിനോടുള്ള പ്രണയത്തിൻ്റെ ലഹരിയിൽ അകപ്പെട്ട് ആ ലഹരിയുടെ ഉന്മാദത്തിൽ അയാൾക്ക് സ്വയം നഷ്ടപ്പെടുമ്പോൾ, അയാൾക്ക് ബോധം നഷ്ടപ്പെടുമ്പോൾ, ചുറ്റുപാടുകളെക്കുറിച്ചോ തന്നെക്കുറിച്ചോ ഉള്ള വിവേചന ബുദ്ധി ഇല്ലാതിരിക്കുന്ന ഒരു വൈകാരികമായ ഉച്ചസ്ഥായിയിൽ അയാളുടെ വായിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന, അയാൾ പോലും അറിയാതെ നിർഗളിച്ചു പോകുന്ന വാക്കുകളാണ് ഷത്ത്ഹ് എന്ന് പറയുന്നത്. ഇതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് എന്നും ഒരാളുടെ ഉന്മാദത്തിലുള്ള കേവലമായ ജൽപ്പനങ്ങളായി മാത്രമേ അതിനെ പരിഗണിക്കേണ്ടതുള്ളൂ എന്നുമുള്ള തരത്തിലുള്ളൊരു വ്യാഖ്യാനം തസവുഫിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് സൂഫികളുടെ ശതഹാത്തുകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അത്തരം ഒരുപാട് ശതഹാത്തുകൾ ഉദ്ധരിക്കപ്പെടുന്നതും.
മൻസൂർ ഹല്ലാജ് കുറ്റക്കാരനാണ് എന്ന് കരുതേണ്ടതില്ല എന്ന് പറയാൻ ശ്രമിച്ച പല മുസ്ലിം പണ്ഡിതന്മാരും ഇസ്ലാമിക പണ്ഡിതന്മാരും ഏകദേശം ഇതേ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞത് അദ്ദേഹം ഇതേപോലെ ഭക്തിയുടെ ഒരു ഉന്മാദത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നൊരവസ്ഥയിലല്ല അപ്പോഴും അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ അങ്ങനെ അല്ല എന്നും അദ്ദേഹത്തിന് ഭ്രാന്തായിരുന്നു എന്നും അത് ഭ്രാന്തിൻ്റെ അവസ്ഥയിലാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ടുണ്ട്. മൻസൂർ ഹല്ലാജിൻ്റെ ഈ ഷത്ഹിനെ കുറിച്ച് മാത്രമല്ല, മൊത്തത്തിൽ സൂഫികളുടെ ഇത്തരം പല പ്രസ്താവനകളെക്കുറിച്ചും അത് വാക്കുകളിൽ വന്ന പിഴവാണ് എന്നും അവർക്ക് നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നും അത് അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല എന്നും ഒക്കെ പറയാനും വ്യാഖ്യാനിക്കാനും ശ്രമിച്ച പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ പ്രഗത്ഭരായ വേറെ കുറേ പണ്ഡിതന്മാർ അങ്ങനെയല്ല എന്നും അദ്ദേഹം അത് അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത് എന്നും അതുകൊണ്ട് തന്നെ അത് കുഫറാണ് എന്നും വിധി പ്രസ്താവിച്ചിട്ടുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ വലിയ കാര്യമൊന്നുമില്ല, പ്രസക്തിയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യനാണ് ഇദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് വിധി പറയുക എന്നതോ അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്തായിരുന്നു എന്നത് കണ്ടെത്തുക എന്നതോ അദ്ദേഹം അത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതാണോ അല്ലേ എന്നത് വിശകലനം ചെയ്യുക എന്നതോ ഒന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി അത്ര പ്രസക്തമായ കാര്യങ്ങളല്ല. പ്രസക്തമാകുന്നത് ഈ അനൽ ഹക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അതിലുള്ളടങ്ങിയിട്ടുള്ള അതിൻ്റെ പേരിൽ പിന്നീട് സൂഫി പാരമ്പര്യത്തിൽ അവതരിപ്പിക്കപ്പെട്ട വാദങ്ങൾ, ആ വാദങ്ങൾക്ക് ഇസ്ലാമികമായി എന്തുമാത്രം സാധുതയുണ്ട്, സ്വീകാര്യതയുണ്ട് എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രാധാന്യത്തോടു കൂടി പരിശോധിക്കപ്പെടേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമേറിയ കാര്യം, ഹല്ലാജിനെ ഉദ്ധരിക്കുന്നവരാരും ഹല്ലാജിൻ്റെ അനൽ ഹക്ക് എന്ന് പറയുന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്ന സൂഫികൾ നല്ലൊരു ശതമാനവും അതിനെ ആലങ്കാരികാർത്ഥത്തിൽ അല്ല എടുക്കുന്നത് എന്ന വസ്തുതയാണ്. ഇത് പലപ്പോഴും മറച്ചു വെക്കപ്പെടാറുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഷത്ഹാണെന്ന് പറയുമ്പോൾ ഒരു ഉന്മാദത്തിൽ എന്താണ് അർത്ഥമെന്നറിയാതെ ഒരാൾ പറഞ്ഞു പോയ കാര്യമാണെങ്കിൽ അതിന് പിന്നെ എന്ത് റെലവൻസ് ആണുള്ളത്? അതൊരു ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ ഒരു ഭ്രാന്തൻ പറഞ്ഞ കാര്യമാണെങ്കിൽ, ബുദ്ധിഭ്രമത്തിൻ്റെ അവസ്ഥയിൽ പറഞ്ഞ കാര്യമാണെങ്കിൽ അതിന് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? അതിനെക്കുറിച്ച് എന്തിനാണ് പിന്നെ നൂറ്റാണ്ടുകളോളം ചർച്ചകൾ നടക്കുന്നത്? അതിൽ നിന്ന് എന്തുകൊണ്ടാണ് സിദ്ധാന്തങ്ങൾ നിർദ്ധരിക്കപ്പെടുന്നത്? ഇപ്പോൾ ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുക്കുക. ഉന്മാദം എന്നൊക്കെ പറയുന്നത് വളരെ ഒരു നിമിഷത്തിലുണ്ടാകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം നീണ്ടു നിൽക്കുന്നൊരവസ്ഥയാണ്. അതേസമയം ഇതേ വിഷയത്തിൽ അദ്ദേഹത്തിന് പുസ്തകങ്ങളുണ്ട്, അദ്ദേഹത്തിന് പ്രബന്ധങ്ങളുണ്ട്, അദ്ദേഹത്തിന് രചനകളുണ്ട്. ആ രചനകളിൽ സൈദ്ധാന്തികമായി ഇത്തരം വാദങ്ങളെ, ആശയങ്ങളെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേവലം ഒരു ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ നാവിൽ നിന്ന് ഉതിർന്നു വീണ, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഉദ്ദേശിക്കാതെ ഉതിർന്നു വീണ ഒരു ജൽപ്പനം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇസ്ലാമിൽ അവതരിപ്പിക്കപ്പെട്ട വിശ്വാസപരമായൊരു സിദ്ധാന്തം എന്ന നിലയിൽ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന, അങ്ങനെ തിരിച്ചറിയാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഇതേപോലുള്ള കുറേ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ അതിൻ്റെ ഗൗരവത്തിൽ എടുത്തേ തീരൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മൻസൂർ ഹല്ലാജിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അനൽ ഹക്ക് എന്ന് പറയുന്ന പ്രസ്താവന, ആ പ്രസ്താവനയെക്കുറിച്ച് സൂഫികൾക്കിടയിലുള്ള വാദങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ചില സൂഫികൾ പറയുന്നത് അത് അദ്ദേഹം പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞതാണെന്നാണ്. അള്ളാഹു പറഞ്ഞതാണ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ നാവിലൂടെ അള്ളാഹു പറഞ്ഞതാണ് ഈ അനൽ ഹക്ക് എന്ന് പറയുന്നത്, അദ്ദേഹമായിട്ട് പറഞ്ഞതല്ല എന്നാണ് ചില സൂഫികളുടെ വാദം. അതോടുകൂടി ഇത് മറ്റൊരു തലത്തിലേക്ക് പോയി. കാരണം ഇത് ഒരു ഭ്രാന്തിൻ്റെ, ബുദ്ധിഭ്രമത്തിൻ്റെ അല്ലെങ്കിൽ ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ വന്നുപോയ, അദ്ദേഹം യഥാർത്ഥത്തിൽ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ലാത്തൊരു കാര്യം എന്നുള്ളിടത്തുനിന്ന് പോയി ഇസ്ലാമിലുള്ളൊരു സിദ്ധാന്തമായി അള്ളാഹു തന്നെ നേരിട്ട് വെളിപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റായി എന്ന വ്യാഖ്യാനം ഉണ്ടാകുന്നു. വേറെ ചില സൂഫികളുടെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, അന്ന് തന്നെ ഹല്ലാജിനെതിരെ സൂഫികൾ എന്ന് പറയുന്നവരിൽ നിന്നുണ്ടായ എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ സൂഫികൾക്കിടയിൽ മാത്രം പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പുറത്തിറങ്ങി പറയുന്നു എന്നുള്ളതായിരുന്നു. അദ്ദേഹം സാധാരണക്കാരോട് പറയാൻ പാടില്ലാത്ത,
തസവുഫിൻ്റെ ഇന്നർ സർക്കിളുകളിൽ മാത്രം പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പുറത്തിറങ്ങി പറയുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട സൂഫികൾക്കുള്ളിൽ നിന്നുള്ളൊരു വിമർശനം തന്നെ. ഇപ്പോൾ ഈ അനൽ ഹക്ക് എന്ന് പറയുന്നത് അത് സൂഫി ഷെയ്ഖുമാരുടെ സന്നിധിയിൽ അവരുടെ മുരീദുമാരോട് പറയേണ്ട കാര്യം പരസ്യമായി പുറത്തിറങ്ങി പറഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്ത തെറ്റ് എന്നാണ് വേറെ ചില സൂഫികളുടെ വ്യാഖ്യാനം. അവിടെയും ഇത് ഒരു പിഴവായിട്ടല്ല, യഥാർത്ഥത്തിലുള്ള സത്യമായിട്ടാണ്. മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാത്ത, എന്നാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാൻ അർഹതയുള്ളൊരു വസ്തുത എന്ന നിലക്കാണ് ഇവിടെയും ഇത് പരിഗണിക്കപ്പെടുന്നത്. ഇന്ന് വരെയുള്ള സൂഫി സാഹിത്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മലയാളത്തിലടക്കം അനൽ ഹക്കിനെ കുറിച്ചും ഹല്ലാജിനെ കുറിച്ചും ഉപന്യസിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം വളരെ ഗൗരവമേറിയ ഒരു നിഗൂഢ സത്യമായി, ഒരു പൊരുളായി ആണ് അനൽ ഹക്കിനെ മനസ്സിലാക്കുന്നതും ഹല്ലാജിനെ ആഘോഷിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രാപിച്ച ഈ ഉന്മാദം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കുള്ളൊരു കുഴപ്പം അതാണ്. ഉന്മാദം എന്ന് പറയുമ്പോൾ ഉന്മാദത്തിൻ്റെ അവസ്ഥയിലാണ് ഹല്ലാജ് ഇത് പറയുന്നത് എന്ന് സൂഫികൾ പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് അത് അനഭിലഷണീയമായൊരു അവസ്ഥയാണെന്നല്ല. ഒരാൾക്ക് ബുദ്ധിഭ്രമം ഉണ്ടാവുക, ലഹരി ഉണ്ടാവുക, മറവി ബാധിക്കുക, അയാൾ പിച്ചും പേയും പറയുക, ഈ അർത്ഥത്തിലാണെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പക്ഷെ സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഈ ഉന്മാദം എന്ന് പറയുന്നത് അനഭിലഷണീയമായൊരു കാര്യമല്ല. അവരൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവർ കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണത്. അങ്ങനെ ഒരവസ്ഥയിൽ അനൽ ഹക്ക് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഉന്മാദത്തിൻ്റെ സ്റ്റേറ്റിലേക്ക് അവർക്കടക്കം വളരാൻ കഴിയണം എന്നുള്ളതാണ് സൂഫികളുടെ ആഗ്രഹം. അവിടെ ഹല്ലാജിനുണ്ടായതൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് എങ്ങനെ നമ്മൾക്കൊക്കെ നേടിയെടുക്കാം എന്ന തരത്തിലുള്ള ചർച്ചകളാണ് തസവൂഫിൻ്റെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഒരു പിഴവ് എന്ന അർത്ഥത്തിലല്ല അനൽ ഹക്കിനെയോ ഹല്ലാജിനെയോ അദ്ദേഹത്തിൻ്റെ ദർശനത്തെയോ നമ്മൾ സമീപിക്കേണ്ടത്. അനൽ ഹക്കിനെ ഒരു പിഴവായി മനസ്സിലാക്കുന്നതിനു പകരം ഒരു സത്യമായി, മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്ന സൂഫികൾ, ആ സൂഫികൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹല്ലാജ് മാത്രമല്ല, തസവൂഫിൻ്റെ ചരിത്രത്തിൽ വേറെ പലരിലേക്ക് ചേർത്തും ഇത്തരം കഥകൾ വ്യാപകമായി ഉദ്ധരിക്കപ്പെടുന്നതാണ്, ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ അബൂ യസീദുൽ ബിസ്താമി ഹല്ലാജിനെ പോലെ തന്നെ ഇന്നത്തെ ഇറാനിൻ്റെയും ഇറാഖിൻ്റെയും ഒക്കെ പ്രവിശ്യകളിൽ നിന്ന് തന്നെ കടന്നു വന്ന വേറെ പ്രസിദ്ധനായൊരു സൂഫി പണ്ഡിതനാണ്. ഹല്ലാജിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് തൊട്ടു മുമ്പ് ജീവിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനായിരുന്നു, ഒരു സിന്ധി ആയിരുന്നു എന്ന് പറയാറുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഈ ജുബ്ബക്കുള്ളിലുള്ളത് അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല എന്നാണ്. അദ്ദേഹം ധരിച്ച വസ്ത്രത്തിനുള്ളിലുള്ളത് അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നു. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞത് സുബ്ഹാനി എന്നാണ്. സുബ്ഹാനല്ലാ എന്നാണ് സാധാരണ മുസ്ലിങ്ങളൊക്കെ പറയാറുള്ളത്. സുബ്ഹാനി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സുബ്ഹാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ, അള്ളാഹുവിനെ പരിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ സ്വയം സുബ്ഹാൻ ആയി, പരിശുദ്ധനായി പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതേപോലെ അദ്ദേഹം മിറാജ് പോയി എന്നാണ് സൂഫികൾക്കിടയിൽ പ്രചാരത്തിലുള്ള കഥ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശയാത്ര പോയതുപോലെ അബൂ യസീദുൽ ബിസ്താമി അദ്ദേഹം ആകാശത്തേക്ക് യാത്ര പോയി 7 ആകാശവും കടന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടി പോലും. അള്ളാഹുവിനെ കണ്ടുമുട്ടിയ സമയത്ത് അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു എന്നാണ്, നീ തന്നെയാണ് അള്ളാഹു, നീ തന്നെയാണ് ഞാൻ എന്ന് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് ഇവിടെ സൂഫികൾക്കിടയിലുള്ള കഥ. ഇവിടെ വളരെ കൃത്യമായി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ബിസ്താമിയാണെങ്കിലും ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജ് ആണെങ്കിലും അവരുടെ ഒക്കെ പേരിൽ സൂഫി സർക്കിളുകളിൽ ഉദ്ധരിക്കപ്പെടുന്ന അനൽ ഹക്ക് എന്ന പ്രസ്താവന കൊണ്ട്, അല്ലെങ്കിൽ സുബ്ഹാനി എന്ന പ്രസ്താവന കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇവരിൽ അള്ളാഹു കുടികൊണ്ടിരുന്നു, ഇവർ അള്ളാഹുവിൻ്റെ പ്രകാശനങ്ങളായിരുന്നു, അവരുടെ ശരീരത്തിൽ അള്ളാഹു നിവസിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ അവതാരങ്ങളായിരുന്നു എന്ന് തന്നെയാണ്. അവതാര സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ മൻസൂർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു എന്ന് പറയുന്നു. ബിസ്താമിയെക്കുറിച്ച് അത്തരത്തിലുള്ള കഥകളുണ്ട്. ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഇവിടെയുണ്ടായിരുന്ന അവതാര സങ്കല്പത്തിൽ നിന്ന്, അവതാരങ്ങളിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഇവർക്കിടയിലേക്ക് കടന്നു വന്ന ഒരാശയമായിരിക്കാം ഇത് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച പണ്ഡിതന്മാരുണ്ട്. ഇവരുടെ ഈ വീക്ഷണം
ഇത് ഇസ്ലാമിന് തീർത്തും വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഇസ്ലാമിനെ കുറിച്ച് സാമാന്യ ധാരണയെങ്കിലുമുള്ള ഒരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന സംശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ തൗഹീദിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു സിദ്ധാന്തമാണ് തീർച്ചയായും ഇത്. ഇതുമായി ബന്ധപ്പെട്ട് വഹ്ദത്തുൽ വുജൂദ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അത് വേറെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഇവിടെ മൻസൂറുൽ ഹല്ലാജ് പറയാൻ ശ്രമിച്ച അനൽ ഹക്ക് എന്ന് പറയുന്ന ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തെ വിശദീകരിക്കുവാൻ വേണ്ടി തസവുഫിൻ്റെ ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് ഹുലൂൽ, വേറൊന്ന് ഇത്തിഹാദ്. ഹുലൂൽ എന്ന് പറയുന്നത് അവതാരമാണ്. അള്ളാഹു അദ്ദേഹത്തിൽ നിവസിക്കുന്നു, കുടികൊള്ളുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രകാശനമാണ്. അദ്ദേഹം അള്ളാഹു തന്നെയാണ്. അദ്ദേഹം അള്ളാഹു തന്നെയാണ്. അള്ളാഹു മനുഷ്യരൂപമെടുത്തതാണ് മൻസൂർ എന്ന സങ്കല്പമാണ് അനൽ ഹക്കിനെ അക്ഷരാർത്ഥത്തിൽ ന്യായീകരിക്കുന്ന സൂഫികൾക്കല്ല ഉള്ളത്. ഇത് ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വിശ്വാസമാകില്ല. പക്ഷേ എക്സാക്റ്റ്ലി അത് തന്നെയാണ് അവരുടെ സങ്കല്പം. അതാണ് ഹുലൂൽ എന്ന് പറഞ്ഞാൽ. ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ ഒന്നാവുക, ഐക്യപ്പെടുക, ഐക്യം വരിക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ഇവരിൽ അവതീർണമായി അള്ളാഹുവും അവരും ഒന്നായിത്തീരുന്ന, അവർ തന്നെ അള്ളാഹു ആകുന്ന അവസ്ഥയെ കുറിക്കുവാനാണ് ഹുലൂലിലൂടെയുണ്ടാകുന്ന ഇത്തിഹാദ് എന്ന സങ്കല്പം സൂഫികൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവർ ആരായിരിക്കും? ഇവർ അള്ളാഹുവാണ്, ഭൂമിയിലുള്ള അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ പ്രതിപുരുഷനാണ്. അള്ളാഹുവിൻ്റെ പ്രതിപുരുഷനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവിനെ പോലെ തന്നെയാണ് അവരുടെ അറിവും. ഈ ലോകത്തെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അവർക്ക് അറിയും. സാധാരണ മനുഷ്യർക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പദാർത്ഥ ലോകത്തെക്കുറിച്ച് പോലും ഒരു മനുഷ്യന് എല്ലാ വിവരവും ഉണ്ടാകില്ല. പക്ഷേ സൂക്ഷ്മവും സമഗ്രവുമായ സകല ജ്ഞാനവും ഉണ്ടാവും. അതോടൊപ്പം ഗൈബിയായ ഇൽമുണ്ടാകും. വൈബിയായ ഇൽമുണ്ടാവും. വളരെ കൃത്യമായി അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസമില്ലാതെ അള്ളാഹുവിനെ പോലെ തന്നെ സകല കാര്യങ്ങളും അറിയുന്ന ആളായിരിക്കും ഇയാൾ. അവിടെയും ഇത് നിൽക്കുന്നില്ല. അവർക്ക് സൃഷ്ടി നടത്താൻ പോലും കഴിയുന്നതാണ്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അവരാണ്. അവർക്ക് സൃഷ്ടിപ്പ് നടത്താൻ കഴിയും, പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും, എന്തും ചെയ്യാൻ കഴിയും. സർവാധികാരികളായ, സർവശക്തരായ, സർവജ്ഞാനികളായ, അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിനെ പോലെ തന്നെയായ, ഭൂമിയിൽ അള്ളാഹു മനുഷ്യരൂപമെടുത്ത, ഉടലോടെ അള്ളാഹു വന്ന ആളായി ഇവർ മാറുന്നു. അങ്ങനെ നമ്മൾ ആൾദൈവം എന്നൊക്കെ പറയുന്ന, അവതാരം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലുള്ള ചില മനുഷ്യർ ഭൂമിയിലുണ്ട് എന്ന സങ്കല്പമാണ് തസവുഫിനുള്ളത്. ഈ ഒരു അവസ്ഥയിലേക്ക് പടിപടിയായി മനുഷ്യർ എത്തിച്ചേരുന്നു. അവർ ആത്മീയമായ വളർച്ച പ്രാപിച്ചുകൊണ്ട് ആത്മീയമായ സാധനകളിലൂടെ, സൂഫിയ അനുഷ്ഠാനങ്ങളിലൂടെ, ക്രമപ്രവൃത്തമായ ആത്മീയ വളർച്ചയിലൂടെ ഒടുവിൽ അള്ളാഹു തന്നെയായിത്തീരുന്ന ചില മഹാസൂഫികൾ ഉണ്ടാകുന്നു, ചില മഹാജ്ഞാനികൾ ഉണ്ടാകുന്നു എന്നാണ് സിദ്ധാന്തം. യഥാർത്ഥത്തിൽ ഈ ഒരു സങ്കല്പം, ആ സങ്കല്പത്തെയാണ് ഇബ്നു അറബിയെ പോലുള്ളവർ അൽ ഇൻസാനുൽ കാമിൽ എന്ന തരത്തിൽ വികസിപ്പിച്ച അവരുടെ സിദ്ധാന്തങ്ങളിൽ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു തരുന്നത്. ഇൻസാനുൽ കാമിൽ, അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യൻ എന്നാണ്. പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യർ എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പെർഫെക്റ്റായ ചില ആൾക്കാരുണ്ടാവും. അവരെല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയിരിക്കും. ആ പെർഫെക്റ്റായ മനുഷ്യരെയാണ് അള്ളാഹു അവതരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുക എന്നതാണ് സിദ്ധാന്തം. ഇതാണ് സൂഫികൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന പരികൽപ്പനയുടെ അന്തസത്ത. ഇതാണ് അള്ളാഹു സ്വയം അവതരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന വളരെ പെർഫെക്റ്റായ ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യർ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരുണ്ടാകും. അങ്ങനെ ഹല്ലാജിൻ്റെ കാലഘട്ടത്തിലുള്ള ഇൻസാനുൽ കാമിലായിരുന്നു മൻസൂർ അദ്ദേഹം എന്ന സിദ്ധാന്തമാണ് പിൽക്കാലത്ത് സൂഫികൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഇത് അദ്ദേഹം മാത്രമല്ല, ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരാണ്. ഓരോ സൂഫി ഷെയ്ഖുമാർ അല്ലെങ്കിൽ ഔലിയാക്കൾ, വിലായത്തിൻ്റെ പദവിയിലുള്ള ആളുകൾ, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പെർഫെക്റ്റായ, ചില സൂഫികളുടെ കഥയിലൊക്കെ പറയുന്നത് ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ജമാൽ, സൗന്ദര്യം, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് പോലും. അതുകൊണ്ട് ഈ സൂഫി ത്വരീക്കത്തുകളിൽ അംഗമായ ഈ നിഗൂഢജ്ഞാനങ്ങൾ എന്ന് പറയുന്ന ഇത്തരം സിദ്ധാന്തങ്ങളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന സൂഫികൾ ചിലപ്പോൾ ഒരു റോട്ടിൽ കൂടെ പോയാൽ നല്ല സൗന്ദര്യമുള്ള ഒരു പുരുഷനെ കണ്ടാൽ, പുരുഷനിൽ മാത്രമേ അള്ളാഹു അവതരിക്കൂ എന്നുള്ളായിരുന്നു സിദ്ധാന്തം. നല്ല സൗന്ദര്യമുള്ള, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽ ശരീരഘടനാപരമായ പെർഫെക്ഷനുള്ള ഒരു
ഒരാളെ കണ്ടാൽ അവർ സൂക്ഷിച്ചു നോക്കുമായിരുന്നു പോലും, ഇദ്ദേഹമാണോ ഈ കാലഘട്ടത്തിൽ അൽ ഇൻസാനുൽ കാമിൽ എന്നറിയാൻ വേണ്ടി, ഇദ്ദേഹം അള്ളാഹുവിൻ്റെ അവതാരമാണോ എന്നറിയാൻ വേണ്ടി. അബ്ദുൽ കരീം ജീലി എന്ന് പറയുന്നത് തസവുഫിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രസിദ്ധനായ ജീലുകാരനായ, ഇതേ ഇന്നത്തെ ഇറാൻ ഇറാഖ് പ്രവിശ്യകൾ തന്നെ കർമ്മമണ്ഡലമായിരുന്ന വേറൊരു പണ്ഡിതനാണ്. അദ്ദേഹം പിൽക്കാലക്കാരനാണ്. മൻസൂറിനെ പോലെ അല്ലെങ്കിൽ ബിസ്താമിയെ പോലെ ഹിജ്റ 3-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച ആളല്ല, നൂറ്റാണ്ടുകൾക്ക് ശേഷം കടന്നു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ അൽ ഇൻസാനുൽ കാമിൽ എന്നാണ്. ഈ അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി ഒരു എൻസൈക്ലോപീഡിക് വർക്ക് എന്നൊക്കെയാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിൽ അദ്ദേഹം വളരെ വിശദമായി പരികൽപ്പനയെ വികസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വികസിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവരുന്നൊരു സിദ്ധാന്തമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിൽ ഒരു അൽ ഇൻസാനുൽ കാമിൽ ആയിരുന്നു എന്ന സിദ്ധാന്തം. അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ധാരണകൾക്കപ്പുറത്ത്, പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബിമാർക്കുണ്ടായിരുന്ന ധാരണകൾക്കപ്പുറത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തരത്തിലുള്ള അതിമാനുഷ പരിവേഷം നൽകുന്ന സൂഫി സങ്കല്പങ്ങൾ കുറേയേറെയുണ്ട്. അതിൽ പലതുമുണ്ട്. നിർമ്മിതവും ദുർബലവുമായ ചില ഹദീസുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ് എന്നും, ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് പ്രവാചകനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നും, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിയില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടി തന്നെ സംഭവിക്കില്ലായിരുന്നു എന്നെല്ലാമുള്ള തരത്തിൽ ദുർബലമോ നിർമ്മിതമോ ആയ ചില നിവേദനങ്ങളുടെ വെളിച്ചത്തിലുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് അല്പം കൂടി ഉയർത്തുന്ന തരത്തിലുള്ള സങ്കല്പങ്ങൾ മുസ്ലിം ലോകത്തുണ്ട്. ആ സങ്കല്പങ്ങൾക്ക് ഇസ്ലാമികമായ സാധുതയില്ല എന്നതിനേക്കാൾ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് നബി എന്ന് സൃഷ്ടിക്കപ്പെട്ടു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള കേവലമായ ഉത്തരങ്ങളായിരുന്നു അവ എങ്കിൽ അത് പ്രവാചകനെ കുറിച്ചുള്ള ധാരണയിലുള്ള ചില പിശകുകൾ ആയി മാത്രമേ അത് വരൂ. എന്നാൽ സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് അവരൊരു സിദ്ധാന്തം ഉണ്ടാക്കുകയാണ്. ആ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അവതാരമാണ്. അവിടെ വിഷയം തന്നെ മാറി. ഇത് കേവലമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നോ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നോ ഉള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരവല്ല. ഒരു സൃഷ്ടി എന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രതിരൂപമായി, അള്ളാഹുവിൻ്റെ അവതാരമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയാണ്. ഇവിടെ അബ്ദുൽ കരീം ജീലി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ വിശദമായി അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറ് കൊണ്ട് പടക്കപ്പെട്ടു. ആ നൂറ് എന്താണ്? അള്ളാഹുവിൻ്റെ നൂറാണ്, അല്ലെങ്കിൽ അത് അള്ളാഹു തന്നെയാണ്, അള്ളാഹുവിൻ്റെ ഒരു അംശമാണ്. ആ അള്ളാഹുവിൻ്റെ അംശത്തെയാണ്, നൂറിനെയാണ് ആദമായി അള്ളാഹു പടച്ചത്. അത് മുഹമ്മദ് തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു ആദ്യം ഉണ്ടാക്കിയത് മുഹമ്മദിനെയാണ്. അതാണ് അൽ ഇൻസാനുൽ കാമിൽ. അത് അള്ളാഹു തന്നെയാണ്, അള്ളാഹുവിൻ്റെ പ്രതിരൂപം തന്നെയാണ്. അങ്ങനെ പക്ഷേ ആ പ്രകാശത്തെ ആദമിൻ്റെ മുതുകിൽ വെക്കുകയാണ് അള്ളാഹു ചെയ്തത്. മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ തന്നെ തന്നെ ആദമിൻ്റെ മുതുകിൽ വെക്കുകയാണ് അള്ളാഹു ചെയ്തത്. അപ്പോൾ ആദം അൽ ഇൻസാനുൽ കാമിലായി. അന്നത്തെ അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ആദമാണ്. ആ ആദം എന്ന് പറഞ്ഞാൽ അനൽ ഹക്ക് എന്ന് പറയാൻ കഴിയുന്ന ആളാണ്. കാരണം ആദം എന്ന് പറയുന്നത് അള്ളാഹു തന്നെയാണ്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു വന്നു. അങ്ങനെ ഈ പ്രകാശം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ച ഈ നൂർ ഓരോ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിക്കുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും പെർഫെക്റ്റായ മനുഷ്യരിൽ നിക്ഷേപിക്കുന്നു. അന്നത്തെ അൽ ഇൻസാനുൽ കാമിലിൽ നിക്ഷേപിക്കുന്നു. അയാൾ ഓരോ കാലഘട്ടത്തിലെയും അൽ ഇൻസാനുൽ കാമിൽ ആ കാലഘട്ടത്തിലെ മുഹമ്മദാണ്. ആ കാലഘട്ടത്തിൽ അനൽ ഹക്ക് എന്ന് പറയാൻ അർഹതയുള്ള ആളുമാണ്. കാരണം അത് മുഹമ്മദ് നബിയുടെ തന്നെ രൂപാന്തരമാണ്. എത്ര കൃത്യമായാണ് ഈ അവതാര സങ്കല്പങ്ങൾ, ഭാരതീയമായ അല്ലെങ്കിൽ പേർഷ്യൻ അവതാര സങ്കല്പങ്ങൾ, ഇൻകാർണേഷനെ കുറിച്ചുള്ള പരികൽപ്പനകൾ മുസ്ലിം ലോകത്തേക്ക് തസവൂഫിന്റെ പാലത്തിലൂടെ കടന്നു വന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ മനുഷ്യാരംഭത്തിന് മുമ്പ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ അവതാരം എടുത്തു വരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം എന്ന് പറയുന്നത് അള്ളാഹു തന്നെയാണ്. ഇദ്ദേഹം അബ്ദുൽ കരീം ജീലി പറയുന്നത് മുഹമ്മദ് എന്ന് പേര് വിളിക്കാൻ പറ്റൂല എന്നുള്ളൂ, ഖലീഫ എന്നാണ് വിളിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്നത്തെ ഖലീഫയായിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തെ വിളിക്കേണ്ടത്, പുറമേക്ക് വിളിക്കേണ്ടത്. പക്ഷേ ഉള്ളിൽ അത് മുഹമ്മദ് നബിയുടെ സ്വരൂപം തന്നെയാണ്. അബ്ദുൽ കരീം ജീലി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ്, അദ്ദേഹത്തിൻ്റെ തസവൂഫിലെ ഷെയ്ഖ് ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി വന്നതാണ് എന്ന് പറഞ്ഞാൽ
അതിനെ മുഹമ്മദ് നബി വന്നതാണെന്നുള്ളത് നമ്മൾ നിർത്തിക്കൂടാ. അദ്ദേഹം അനൽ ഹക്ക് എന്ന് പ്രഖ്യാപിക്കേണ്ട, ഞാൻ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട ആളാണ്. അത് മൻസൂറിനെ പോലെ പുറത്തെ എല്ലാവരോടും പറയണമെന്നുള്ളതാണ് ഇവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. അത് അവരുടെ ഒരു ഇന്നർ സർക്കിളിൽ മാത്രം പറഞ്ഞാൽ മതി എന്നതാണ് മോഡറേറ്റായി വ്യാഖ്യാനിക്കുന്ന സൂഫികളുടെ പേരിൽ നിർവചിക്കപ്പെടുന്ന നിലപാട്. അവിടെ ഇത്തരം ഒരു സങ്കല്പം, ആ സങ്കല്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇങ്ങനെയുള്ള ഇവർ നബിമാർ മാത്രമല്ല, ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ മാത്രമല്ല ഔലിയാക്കൾ ഇതേ പദവിയുള്ളവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വരൂപം വിവിധ കാലഘട്ടങ്ങളിൽ ഔലിയാക്കളിലൂടെയാണ് പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും അനൽ ഹക്ക് എന്ന അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന അള്ളാഹു തന്നെയായ ഇത്തരത്തിലുള്ള അവതാര പുരുഷന്മാർ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകും എന്ന് സൂഫികൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ വ്യാപകമായ പ്രചാരം സിദ്ധിച്ച ഒരു സൂഫി ഈരടിയുണ്ട്, സൂഫി കവിതയുണ്ട്, നമ്മൾക്കെല്ലാം കേട്ട് ശീലമുള്ള ആദി ഒളിവായി അതുതാൻ വെളിവായി അതു പിന്നെ ആദമായി വന്നു വെളിവായി അംബിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്ത് അതൂ തന്നെ വന്നു. ഇത് വളരെ കൃത്യമായി ഈ സങ്കല്പത്തെ നമ്മൾക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നുണ്ട്, അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന സങ്കല്പത്തെ. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശ സ്വരൂപം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ തന്നെ സത്തയാണ് എന്നും അത് ഓരോ തലമുറകളിലും ആ കാലഘട്ടത്തിൽ അൽ ഇൻസാനുൽ കാമിലായി വിശേഷിപ്പിക്കപ്പെടുന്നവരിൽ അത് പടച്ചവൻ നിക്ഷേപിക്കുന്നു എന്നും അങ്ങനെ പടച്ചവൻ അവരിൽ നിവസിക്കുന്നു എന്നുമുള്ള പച്ചയായ കുഫറിൻ്റെ, പച്ചയായ ഷിർക്കിൻ്റെ സങ്കല്പം ചിലപ്പോൾ പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഫിർഔനോട് ആരാധനയുള്ള സൂഫികളുണ്ട്. ആരാധന എന്ന് പറഞ്ഞാൽ ഫിർഔനിനെ ന്യായീകരിക്കുന്ന, ഫിർഔനോട് ഇഷ്ടം തോന്നുന്ന, കാരണം ഫിർഔൻ പറഞ്ഞത് അന റബ്ബുക്കുമുൽ അഅ്ല എന്നാണ്, ഞാൻ ആണ് നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവ് എന്നാണ്. അവിടെ ഫിർഔനോട് വേറെ തലത്തിലുള്ള വിയോജിപ്പുകളുണ്ടെങ്കിൽ പോലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ അതൊരു എൻലൈറ്റൻമെൻറ്റിൻ്റെ മൊമെൻ്റായി കാണുന്ന, താതാത്മ്യപ്പെടാവുന്ന, ഒരു ഡിസ്കഷന് വെക്കാവുന്ന ഒരു വിഷയമായി പരിഗണിക്കുന്ന സൂഫികളുണ്ട്. പല ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റായ മനുഷ്യൻ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണെന്ന് പറയാം. പക്ഷെ പലപ്പോഴും സൂഫികളുടെ സിദ്ധാന്തങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് തോന്നുക ഇവരുടെ മനസ്സിലുള്ള ശരിക്കുള്ള അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്നാണ്. യേശു ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള അവതാരം എന്ന് വിചാരിക്കുന്ന സൂഫികൾ ഉണ്ട് എന്ന് സൂഫി പാരമ്പര്യത്തിലൂടെ വെറുതെ കടന്നുപോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജ്, അദ്ദേഹം തന്നെ യേശു ക്രിസ്തുവിൽ അങ്ങേയറ്റത്തെ രീതിയിൽ അനുരക്തനായിരുന്നു. ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവിലല്ല, മറിച്ച് ബൈബിൾ പുതിയ നിയമം പറയുന്ന, പിന്നീട് ക്രൈസ്തവ പാരമ്പര്യം വികസിപ്പിച്ചു കൊണ്ടുവന്ന ക്രിസ്തു യേശു, അള്ളാഹുവിൻ്റെ അവതാരം, അള്ളാഹു മനുഷ്യരൂപം എടുത്തതാണ് യേശു ക്രിസ്തു എന്ന ക്രൈസ്തവ സങ്കല്പത്തിൽ അദ്ദേഹം അങ്ങേയറ്റം അനുരക്തനായിരുന്നു. ഇപ്പോൾ ഹല്ലാജിൻ്റെ അനുയായികൾ, ഹല്ലാജികൾ എന്നറിയപ്പെട്ട, ഹല്ലാജിയൂൻ എന്നൊക്കെ വിളിക്കപ്പെട്ട, പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വന്ന സൂഫി ഗ്രൂപ്പുകൾ, ആ സൂഫി ഗ്രൂപ്പുകൾ ശരിക്കും യേശുവിൻ്റെ ഒരു പുനർജന്മം പോലെയാണ് യഥാർത്ഥത്തിൽ ഹല്ലാജിനെ പരിഗണിച്ചത്. ശരിക്കും യേശുവുമായി എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ താരതമ്യപ്പെടുത്താനും അവർ തമ്മിൽ പാരലൽസ് വരക്കാനും അവർക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. അവർ പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു ക്രിസ്തു അദ്ദേഹം അള്ളാഹു തന്നെ ആയിരുന്നു, അള്ളാഹുവിൻ്റെ അവതാരമായിരുന്നു. പക്ഷേ അത് പറഞ്ഞത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യേശുവിനെ അവർ കുരിശിൽ തറച്ചു. ചരിത്രം ഇതാ ആവർത്തിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജ് വീണ്ടും അള്ളാഹു മനുഷ്യരൂപത്തിൽ അവതാരം എടുത്തു വന്നിരിക്കുന്നു. അങ്ങനെ മൻസൂർ വന്ന സമയത്ത് യേശുവിനുണ്ടായ അതേ അനുഭവം ഉണ്ടായി. യേശുവിനെ അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ, അവർ ഇൻ്റലക്ച്വലി മീനായതുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജിൻ്റെ സമകാലികരായ മുസ്ലിങ്ങൾക്ക് അദ്ദേഹം പടച്ചോൻ്റെ അവതാരമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് യേശുവിനെ കുരിശി തറച്ച പോലെ തന്നെ മൻസൂറിനെയും അവർ കുരിശി തറച്ചു. ഇതാണ് വാദം. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര കുഫർ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എത്ര പച്ചയായ കുഫറും ഷിർക്കുമാണെന്ന് പറയുന്നത്. യേശുവിനെ ഒരു അവതാരമായി കാണുന്നു, യേശുവിനെ ഈ അവതാരത്തിൻ്റെ തുടർച്ചയായി വേറൊരു കാലഘട്ടത്തിൽ അള്ളാഹു എടുത്ത അവതാരമായി ഹല്ലാജിനെ പരിഗണിക്കുന്നു. അവിടെ തീരുന്നില്ല. അവർ പറയുന്നത്
യേശുവിനെ കുരിശ് തറച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ക്രിസ്ത്യാനികൾ പറയുക അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി എന്നാണ്. ഈ സൂഫി ഗ്രൂപ്പുകൾ വാദിക്കുന്നത് മൻസൂറിനെ കുരിശ് തറച്ചു. നിങ്ങളെല്ലാം വിചാരിക്കും മൻസൂറിനെ കുരിശ് തറക്കാൻ പറ്റിയെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാണ് നിങ്ങൾ കുരിശ് തറച്ചത്, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് കുരിശ് തറക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ കുരിശ് തറച്ചപ്പോഴേക്ക് ആത്മാവ് അള്ളാഹുവിലേക്ക് വിലയം പ്രാപിച്ചു. കാരണം അദ്ദേഹം അള്ളാഹുവിൻ്റെ തന്നെ ഭാഗമാണ്. അദ്ദേഹം അള്ളാഹുവിലേക്ക് മിറാജ് പോയി എന്നാണ് ഒരു വ്യാഖ്യാനം. അവിടെ നിൽക്കുന്നില്ല. ചില സൂഫി ഗുരുക്കന്മാരുടെ, ചില സൂഫികളുടെ വാദം എന്ന് പറഞ്ഞാൽ മൻസൂറിനല്ല നിങ്ങൾ കൊന്നത്, അവിടെ ഉണ്ടായിരുന്ന വേറൊരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഛായ പടച്ചോൻ കൊടുക്കുകയാണ് ചെയ്തതെന്നാണ്. മൻസൂറിനെ കുരിശിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, ഹുസൈൻ ഇബ്നു മൻസൂറിനെ കുരിശിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ നാട്ടിലുണ്ടായിരുന്ന വേറൊരാൾക്ക് അതേ ഛായ വന്നു, അദ്ദേഹത്തെയാണ് കൊന്നത്. യേശു ക്രിസ്തുവിനെ കുരിശ് തറക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നും വേറൊരാൾക്ക് ആ ഛായ വന്നു എന്നും അയാളെയാണ് ഇവർ കൊന്നത് എന്നും പറയുന്ന അതേ തരത്തിലുള്ള സിദ്ധാന്തം. ചില ആൾക്കാരൊക്കെ പറയുന്നത് ഹല്ലാജിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ കുരിശ് തറച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കഴുതപ്പുറത്ത് പോകുന്നത് കണ്ടു എന്നാണ്. ബൈബിൾ പുതിയ നിയമം പരിശോധിച്ചാൽ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച ശേഷം, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കണ്ടു, അല്ലെങ്കിൽ മഗ്ദലന മറിയം കണ്ടു എന്നൊക്കെ പറയുന്ന അതേ തരത്തിൽ ആ ക്രിസ്ത്യൻ ട്രഡീഷനിൽ ജീസസ് ക്രൈസ്റ്റ് എന്ന് മാറ്റി അവിടെ ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജ് എന്ന് എഴുതി ചേർത്താൽ പെർഫെക്റ്റ് ആകുന്ന തരത്തിലുള്ള നറേഷൻസ് ആണ് തസവൂഫിൻ്റെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി യാതൊരു സാധുതയുമില്ലാത്ത, ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത, തീർത്തും കുഫറിൻ്റെ ഒരു പ്രസ്താവനയാണ് അനൽ ഹക്ക് എന്ന് പറയുന്ന പ്രസ്താവന. അങ്ങനെ ഓരോ കാലത്തും ഇപ്പോൾ പ്രവാചകന്മാരെ, ഔലിയാക്കളെ അങ്ങനെ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ലാത്ത ആ ആശയത്തിനെതിരെ പോരാടിയ പ്രവാചകന്മാരെ തന്നെ അള്ളാഹുവിൻ്റെ അവതാരങ്ങളായി ചിത്രീകരിക്കുകയും അതുപോലെ ഔലിയാക്കളിലൂടെ അതിന് തുടർച്ചയുണ്ടാകുന്നു എന്ന് വാദിക്കുകയും ആ ഔലിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ മുഴുവൻ കഴിവുകളും വെച്ചു കൊടുക്കുകയും അവർ അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന വളരെ ഗൗരവതരമായ സ്ഥിതിവിശേഷം ഇപ്പോൾ കേരളത്തിലൊക്കെ വ്യാപകമായി ഹല്ലാജിനുമായി ബന്ധപ്പെട്ട പഠന ക്ലാസ്സുകളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പാരായണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് തരം ആശയങ്ങളാണ് നമ്മൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ തിരിച്ചറിയാം. ഒരൊറ്റ കാര്യം കൂടി പറയണമെന്ന് തോന്നുന്നു. പൊളിറ്റിക്കലി വളരെയധികം യൂസ് ചെയ്യപ്പെട്ട ഒരു സിദ്ധാന്തമാണിത്, ഒരു വ്യാജ സിദ്ധാന്തമാണിത്. കാരണം രാജാക്കന്മാർ ഓരോ കാലഘട്ടത്തിലും വരും. ആ രാജാക്കന്മാർക്ക് ഞങ്ങൾ ദൈവത്തിൻ്റെ അവതാരങ്ങളാണെന്ന് അവകാശപ്പെട്ടാൽ അവർക്ക് ഒരു തരത്തിലുള്ളൊരു ഡെസ്പോട്ടിസം സാധ്യമാകും. അവരാർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ആരും പടച്ചോനാന്ന് പറയുന്നത് ഇപ്പോൾ ഫിർഔൻ പറഞ്ഞ പോലെ, ഇപ്പോൾ ദജ്ജാൽ അവസാന കാലത്ത് അദ്ദേഹം വ്യാജമായ കുറേ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ദിവ്യത്വം അവകാശപ്പെടുന്ന പോലെ ദജ്ജാലിനോട് അനുരാഗമുള്ള സൂഫികളുണ്ട്. കാരണം അവതാരം എന്നൊരു സങ്കല്പം മനസ്സിൽ വരുന്നതോടുകൂടി, അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട് എന്ന ധാരണ വരുന്നതോടുകൂടി, പിന്നെ അങ്ങനെ ഒരു അവകാശവാദം ഒരു മനുഷ്യൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ശരിയുണ്ടാവുമോ എന്നുള്ള തോന്നൽ വരും. ഇവിടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ പോലും കൈയൊഴിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ദുരന്തമാണ്. ഒരു മനുഷ്യനും ലോകത്താരും അള്ളാഹുവിൻ്റെ അവതാരമല്ല, അത് എത്ര മഹത്വമുള്ള ആളാണെങ്കിലും. അങ്ങനെ പറയുന്നത് തന്നെ അയാൾ പിശാചിൻ്റെ വക്താവാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലൊക്കെ തന്നെ എന്താ ഉണ്ടായത്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കിടയിൽ തസവൂഫിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂഫിയായിരുന്നു അക്ബർ ചക്രവർത്തി. എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. അക്ബറിനെ പലർക്കും ഭയങ്കര വെറുപ്പാണ്. അക്ബർ ദീന ഇലാഹി ഉണ്ടാക്കി, ഇസ്ലാമിനെ കൈയൊഴിഞ്ഞു, അത് ഇത് എന്നൊക്കെയാണ് പറയുക. സത്യത്തിൽ അക്ബർ ഒരു സൂഫിയായിരുന്നു. അദ്ദേഹം അജ്മീരിലെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയുടെ ഒരു മുരീദായിരുന്നു. അദ്ദേഹം അജ്മീരിലേക്ക് കാൽനടയായി അദ്ദേഹത്തിൻ്റെ മുഈനുദ്ദീൻ ചിശ്തിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം പ്രകടിപ്പിക്കാൻ വേണ്ടി കാൽനടയായി ചക്രവർത്തിയായിട്ട് പോലും അദ്ദേഹം അജ്മീറിലേക്ക് യാത്ര പോകുന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അക്ബർ അവതരിപ്പിക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങളും തസവുഫിൽ നിന്നുണ്ടായതായിരുന്നു. അക്ബറിൻ്റെ വാദം ഞാൻ ഈ കാലഘട്ടത്തിൽ അൽ ഇൻസാനുൽ കാമിലാണ് എന്നായിരുന്നു. ആ കാലഘട്ടത്തിലെ അൽ ഇൻസാനുൽ കാമിനാണ്, മുഹമ്മദീയ പ്രകാശനമാണ്, അള്ളാഹുവിൻ്റെ അവതാരമാണ്, അനൽ ഹക്ക് എന്ന് എനിക്ക് പറയാമെന്നതായിരുന്നു അക്ബറിൻ്റെ നിലപാട്. അക്ബറിൻ്റെ സൈദ്ധാന്തികൻ എന്ന് പറഞ്ഞാൽ അബുൽ ഫസലായിരുന്നു. അബുൽ ഫസലാണ് അക്ബറിന് വേണ്ടി പുസ്തകങ്ങൾ എഴുതിയതും അദ്ദേഹത്തിൻ്റെ ബുദ്ധിജീവിയായതും അദ്ദേഹത്തിൻ്റെ സൂഫി സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചതും ദീന ഇലാഹിയെ സമർത്ഥിച്ചതും ഒക്കെ അബുൽ ഫസലാണ്. അദ്ദേഹത്തിൻ്റെ അക്ബർ നാമം വായിച്ചു നോക്കിയാൽ മതി. ആ അക്ബർ നാമയിൽ അക്ബർ ചക്രവർത്തി പടച്ചോൻ്റെ അവതാരമാണ്. അതൊരു സൂഫി സിദ്ധാന്തമാണ്. ആ സൂഫി സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമായി നടിച്ചുകൊണ്ട് അക്ബർ ചക്രവർത്തി ഭരിക്കുന്നത്. ഇവിടെ തസവൂഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യവസ്ഥിതി നിഷേധത്തിൻ്റെയും അധികാരത്തോടുള്ള കലഹത്തിൻ്റെയും ഒക്കെ പര്യായമായി അവതരിപ്പിക്കുകയും
തസവൂഫിന് നിരാകരിക്കുന്ന പണ്ഡിതന്മാരെ പാലസ് സ്കോളേഴ്സായി കൊട്ടാര വിചക്ഷണരായി അവതരിപ്പിക്കുകയെല്ലാം ചെയ്യുന്ന ആൾക്കാർ അക്ബർ ചക്രവർത്തിയെയും അദ്ദേഹത്തിൻ്റെ കൊട്ടാര പണ്ഡിതനായിരുന്ന അബുൽ ഫസലിനെയൊക്കെ എത്ര ബഹുമാനത്തോടു കൂടിയാണ് നോക്കുന്നത്. എന്നിട്ട് ഒരു ചക്രവർത്തി പടച്ചോൻ്റെ കുപ്പായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നതിനെ എങ്ങനെയാണ് ഈ ആളുകൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നത് നമുക്ക് ആലോചിച്ചു നോക്കുക. അത് അക്ബർ ചക്രവർത്തിൻ്റെ മാത്രം കാര്യമല്ല. അബുൽ ഫസൽ എഴുതിയ പുസ്തകം വായിച്ചാൽ എന്തുകൊണ്ട് മുഗള വംശ പാരമ്പര്യം തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം വിശദമായി സമർത്ഥിക്കുന്നുണ്ട്. ദാരാ ഷുക്കോവ് എന്ന് പറഞ്ഞാൽ ഷാജഹാൻ്റെ മോനാണ്. ഷാജഹാൻ്റെ മക്കളിൽ ഔറംഗസീബും ദാരാ ഷുക്കോവും വളരെ പ്രസിദ്ധരാണ്. കാരണം ഹിസ്റ്ററിയിൽ ഒരു ബൈനറി പോലെ അവതരിപ്പിക്കപ്പെടുന്ന ആളുകളാണ്. ദാരാ ഷുക്കോവ് സൂഫിയായിരുന്നു. ദാരാ ഷുക്കോവ് എന്ന് പറയുന്നത് ഒരു ഖാദിരി സൂഫിയായിരുന്നു. അദ്ദേഹം ഖാദിരി സൂഫി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവതാര സങ്കല്പത്തോടക്കം വലിയ മമതയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലുള്ള ഹിന്ദു ടെക്സ്റ്റുകൾ മുഴുവൻ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അതിൽ അദ്ദേഹം അനുരക്തനായി നല്ല തസവൂഫിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് ദാരാ ഷുക്കോവ് ഇതേ സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് അനൽ ഹക്ക് പറഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തിലെ പടച്ചോൻ്റെ അവതാരം അദ്ദേഹമാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. അത് സ്വാഭാവികമാണ്. ആത്മീയതയിൽ ബഹുദൈവത്വം എപ്പോഴും ചൂഷണങ്ങളുടെ കവാടമാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചാതീതനായ നമ്മുടെ സൃഷ്ടാവായ അത്യുന്നതനായ അള്ളാഹു. ആ അള്ളാഹു അവതാരമെടുത്തുകൊണ്ട് നമ്മൾക്കിടയിലേക്ക് കടന്നു വരിക എന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനെ ആര് പറഞ്ഞാലും അത് വ്യാജമാണ് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇംപ്ലിക്കേഷൻ. അത് മറന്നു കളഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് മുന്നിൽ ഇത്തരം ചില ആൾ ദൈവങ്ങളെ അവതരിപ്പിക്കുകയും അവയെ ആഘോഷിക്കാൻ ആവശ്യപ്പെടുകയും ഇതെന്തോ ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കൊന്നും അറിയാത്ത എന്തോ നിഗൂഢ സത്യമാണ് എന്ന ധ്വനി ഉണ്ടാക്കുകയും ചെയ്യുന്നത് എപ്പോഴും എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടാണ്. അത് സർവശക്തരായ പടച്ചോൻ്റെ കഴിവുകളൊക്കെ ഉള്ള ഒരു ആത്മീയ ഗുരുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ചൂഷണമാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ അധികാര കസേരയിൽ ഇരിക്കുന്നവർക്ക് സ്വയം ദൈവമായി ചമയാനുള്ള തത്രപ്പാടുമാകാം. ഇത് എന്ത് തന്നെയായാലും ഇനി ഇതൊന്നുമില്ലെങ്കിലും ഒരാൾക്ക് വളരെ ആത്മാർത്ഥമായി അങ്ങനെ തോന്നിയാൽ പോലും അത് പൈശാചികമാണ്, അത് കുഫറാണ്, ഷിർക്കാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അനൽ ഹക്കുമായും ഹുസൈൻ ഇബ്നു മൻസൂറുൽ ഹല്ലാജുമായും ബന്ധപ്പെട്ട ചർച്ചകളെ ലാഘവത്തോടു കൂടി നോക്കിക്കാണാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും കഴിയില്ല തന്നെ.